പഹൽഗാം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരു മുറിവാണ്. നമ്മുടെ നാട്ടിലെ ആരതിയാണെങ്കിലും നമ്മുടെ ഹിമാൻഷി നിർവാൾ ആണെങ്കിലും ഒക്കെ അവർക്ക് ജീവിതകാലം മുഴുവൻ നഷ്ടം സംഭവിച്ചതാണ്. അവരുടെ വേദന പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. എന്നാൽ അതോടൊപ്പം പലപ്പോഴും നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായി ഇത്തരം കാര്യങ്ങൾ എടുക്കണം. തീർച്ചയായും തീവ്രവാദികൾ കൂടുതൽ ദുർബലപ്പെടുന്നത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ മെച്ചപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആ രീതിയിൽ ആ മെച്ചപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഇന്ത്യ പാകിസ്ഥാനോട് പോരാടി ജയിച്ച് ആ ട്രോഫി നമ്മുടെ പെഹൽഗാമിലെ ധീരരായി പോരാടിയവർക്കും അല്ലെങ്കിൽ അവിടെ മരിച്ചവർക്കും വേണ്ടി സമർപ്പിക്കണം. വേദനാജനകമാണ്. ഇത് പറയുന്നവരുടെ എല്ലാം വികാരം മാനിക്കുന്നു, കണക്കാക്കുന്നു. പക്ഷേ നമ്മൾ ഈ വിഷയങ്ങൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടെ കാണണം. അത്തരം വിഷയങ്ങളെ എല്ലാ സെന്റിമെന്റ്സും ഉണ്ട്. തീർച്ചയായും പാസ്വേഡ് കളിക്കരുതെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യബോധത്തോട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുത്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. മത്സരം ഇപ്പോൾ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യ അവരുടെ പവർ വീണ്ടും കാണിക്കുകയാണ്. അതൊരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? കാരണം ഇപ്പോൾ നിലവിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയാണ് ഒന്നാമത് നിൽക്കുന്നത്. ഇപ്പോൾ മത്സരം ഇന്ത്യ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ വരും. അപ്പോൾ അവർക്കൊരു വിജയ കിരീടം നൽകുക എന്നുള്ളൊരു തലത്തിലേക്ക് ഈ ഒരു മത്സരം ബഹിഷ്കരിക്കുകയാണെങ്കിൽ മാറില്ലേ? എന്നിട്ട് നമ്മുടെ പഹൽഗാമിൽ മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്കായി സമർപ്പിക്കണം. തീർച്ചയായിട്ടും ഇന്ത്യ പാക് വലിയ പോരാട്ടമാണ്. നമ്മൾ ഇത്തരം വിഷയങ്ങളെ ഇമോഷണൽ എന്നതിനോടൊപ്പം റിയലിസ്റ്റിക്കായും കൂടി കാണണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.